ഇന്നലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു +2 വിദ്യാർത്ഥിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഓണപരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയ മാർക്ക് വളരെ കുറവാണ്. അതിൽ ഞാൻ വളരെയധികം ഡിപ്രഷനിലാണ്. വീട്ടിലുള്ള ആരും എന്നോട് നേരാവണ്ണം മിണ്ടുന്ന പോലുമില്ല. സാർ, എനിക്കിനി പഠിച്ചു തുടങ്ങണമെന്നുണ്ട്. ഞാനിനി ക്രിസ്മസ് എക്സാമിന് വേണ്ട പാഠഭാഗങ്ങളാണോ പഠിക്കേണ്ടത്, അല്ലെ ഓണപരീക്ഷ മുതൽ ആദ്യം മുതലുള്ള ചാപ്റ്ററാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്? ഇതിനിടയ്ക്ക് ലാബ് എക്സാമുകളെല്ലാം വരുന്നുണ്ട്. ലാബിൽ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ഫുൾ മാർക്ക് നേടേണ്ടത്? എനിക്ക് വളരെയധികം ടെൻഷനിലാണ് സാർ എന്നുള്ള ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ഒരു മെസ്സേജല്ല, നിരവധി മെസ്സേജുകളാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായിട്ട് വരുന്നത്. മക്കളെ, ഞങ്ങൾക്ക് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ പാരൻസിനോടും പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഓണപരീക്ഷ മാത്രമാണ്. ആദ്യത്തെ 2-3 ചാപ്റ്റർ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞ് എക്സാം മാത്രമാണ്. ഇതിൽ കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ CE മാർക്ക് മാത്രമായിരിക്കും നിർണ്ണയിക്കുന്നുണ്ടായിരിക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമുകളെയാണ് നിങ്ങൾ കുറച്ചും കൂടെ പ്രാധാന്യത്തോടെ കാണേണ്ടത്. അതായത് ക്രിസ്മസ് എക്സാം അടക്കം വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ട പാഠഭാഗങ്ങളും ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന പാഠഭാഗങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും ക്രിസ്മസ് എക്സാം ഉണ്ടായിരിക്കുക. അതിനുശേഷമുള്ള മോഡൽ എക്സാം, അതിനുശേഷമുള്ള പബ്ലിക് എക്സാമിന് നേരിടാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് റെഡിയാവാൻ ഇനിയുള്ള ദിവസങ്ങൾ മാത്രം മതിയാവും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് എത്ര തന്നെയാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇനി ഇരുന്ന് പഠിച്ചാലും മുഴുവൻ മാർക്കും നേടാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഈ വരാൻ പോകുന്ന ഞായറാഴ്ച വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഒരു ഫ്രീ വെബിനാർ ഞങ്ങൾ തന്നെ നേരിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. മാർക്ക് കുറവായിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല, മുഴുവൻ മാർക്ക് കിട്ടിയവരും A+ കിട്ടിയവരും എല്ലാവരും തന്നെ ഈ ഒരു ഫ്രീ വെബിനാറിൽ പങ്കെടുക്കേണ്ടതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ അത്രയധികം ഉപകാരപ്പെടുന്ന ഒരു ലൈവായിരിക്കും അത്. ആ ലൈവിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന എല്ലാ +2 സയൻസ് വിദ്യാർത്ഥികൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. ഈ വരാൻ പോകുന്ന ഞായറാഴ്ച വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഞങ്ങളെല്ലാവരും ആ ലൈവിൽ വരുന്നുണ്ടായിരിക്കും. പബ്ലിക് ലൈവ് അല്ല, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായിരിക്കും ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനായിട്ട് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്കാണ് താഴെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം.